സൂര്യകാന്തിപ്പാടം, കണ്ണെത്താ ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന മൊട്ടക്കുന്നുകൾ, മേഞ്ഞു നടക്കുന്ന കന്നുകാലിക്കൂട്ടം. ഗുണ്ടൽപേട്ടിലെ ഈ ദൃശ്യവിസ്മയം കാണാൻ സഞ്ചാരികളുടെ പ്രവാഹമാണ്. ഇവിടേക്കെത്തുന്ന സഞ്ചാരികൾ സന്ദർശിക്കുന്ന പ്രധാന ക്ഷേത്രമാണ് ഹിമവത് ഗോപാലസ്വാമി ക്ഷേത്രം. എന്നാൽ സഞ്ചാരികൾ അധികം എത്താത്ത പ്രകൃതി രമണീയത കാത്തുസൂക്ഷിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് ഇവിടെ. 900 വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ കാണാം. കർണാടകയിലെ കാർക്കളയിലുള്ള ഈ പുരാതന ക്ഷേത്രമാണ് വെങ്കിടരമണ ക്ഷേത്രം. പടുതിരുപ്പതി എന്നും അറിയപ്പെടുന്ന ക്ഷേത്രം കാർക്കളയിലെ ഗൗഡ സരസ്വത ബ്രാഹ്മണരാണ് നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു. 15ാം നൂറ്റാണ്ടിൽ ജൈന ഭൈരരസ ഒഡയാർമാർ കാർക്കളയും പരിസര പ്രദേശങ്ങളും ഭരിച്ചിരുന്ന കാലം മുതലുള്ള ചരിത്രമാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. വിഷ്ണുവാണ് പ്രതിഷ്ഠ. 1699, 1700 കാലഘട്ടത്തിൽ മുഴുവൻ ക്ഷേത്രവും പുതുക്കി പണിയുകയുണ്ടായി. പിന്നീട് 2 വർഷത്തെ നവീകരണത്തിന് ശേഷം മുഖ്യപ്രാണൻ, ഗൗർധൻ, ലക്ഷ്മി, ഗണപതി തുടങ്ങിയ പരിവാർ ദേവന്മാരെ പ്രതിഷ്ഠിച്ചു. ഗുണ്ടൽപേട്ട് വന്നാൽ ഹിമവത് ഗോപാലസ്വാമി ക്ഷേത്രം സന്ദർശിച്ച് മടങ്ങുന്നവരായിരിക്കും മിക്ക സഞ്ചാരികളും. എന്നാൽ വെങ്കിടരമണ ക്ഷേത്രം സമ്മാനിക്കുന്ന അനുഭൂതി മറ്റൊരു ലോകത്തിലേക്ക് തന്നെ നയിക്കുമെന്നതിൽ സംശയമില്ല. വിശ്വാസികളെ തഴുകിയെത്തുന്ന മനോഹരമായ കാറ്റാണ് ഇവിടുത്തെ പ്രത്യേകത. ശ്രാവണ മാസത്തിലെ 4 ശനിയാഴ്ചകളും ഇവിടെ പ്രധാനമാണ്. വിശ്വാസികൾ ഏറെയെത്തുന്നതും ഈ ദിവസങ്ങളിലാണ്. തിരുമലയുമായി ബന്ധപ്പെട്ടതിനാൽ തിരുപ്പതി ക്ഷേത്രത്തിലെ അതേ ആചാരങ്ങളാണ് ഇവിടെയും പിന്തുടരുന്നത്. ക്ഷേത്രത്തിലേക്കുള്ള കാറ്റിന്റെ ചുവട് പിടിച്ചുള്ള യാത്രയും ചെറിയ ചുരങ്ങളും ഭക്തന്മാർക്ക് മാത്രമല്ല പ്രകൃതി സ്നേഹികൾക്കും ട്രക്കന്മാർക്കും ഒരുപോലെ സ്വപ്നയാത്രയായിരിക്കും.